ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനാകാൻ എളുപ്പമാണ്, നല്ല ഇടയനാകാൻ ബുദ്ധിമുട്ടാണ്. നല്ല ഇടയനാകണമെങ്കിൽ ആത്മാർത്ഥത വേണം, സമർപ്പണം വേണം, ആടുകളെ അറിയണം, ആടുകൾക്ക് വേണ്ടി അധ്വാനിക്കണം, ആടുകളെ നേരിടാൻ വരുന്ന ശത്രുക്കൾക്കെതിരെ, തിന്മകൾക്കെതിരെ പോരാടാനുള്ള മനസ്സും ധൈര്യവും വേണം. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകണം. അങ്ങനെയുള്ള ആളുകളാണ് നല്ല ഇടയനായി മാറുന്നത്. ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തവനെ ഇടയനെന്ന് പോലും സുവിശേഷം വിളിക്കുന്നില്ല. അവൻ കൂലിക്കാരനാണ്. ഇടയൻ്റെയും കൂലിക്കാരൻ്റെയും പ്രധാന ഉദ്ദേശങ്ങളും ചിന്തകളും എന്താണെന്ന് അവരുടെ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കൂലിക്കാരൻ കൂലിക്ക് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ്. അവൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ഇടയൻ ആടുകളെ നയിക്കുന്നവനാണ്. അവൻ്റെ പ്രധാന ലക്ഷ്യം ആടുകളും ആടുകളുടെ സുരക്ഷയുമാണ്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലുള്ളവരാണ്. നല്ല ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവാകാം, ഭാര്യയാകാം, പുരോഹിതനാകാം, സിസ്റ്ററാവാം. ഏത് ജീവിതാവസ്ഥയിലുള്ളവരാണെങ്കിലും അതിനോട് നല്ലത് എന്ന് ചേർത്ത് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ള വലിയ നിയോഗവും വെല്ലുവിളിയും. അതിനുവേണ്ടി ആത്മാർത്ഥതയും സമർപ്പണവും, നമ്മളായിരിക്കുന്നതിനെക്കുറിച്ച് കൂടുതലായി അറിയാനുള്ള ബോധ്യവും, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചേരുന്നിടത്താണ് നല്ലത് എന്ന് ചേർത്ത് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഒരു കരുണയുടെ പ്രവൃത്തി കാണിച്ചപ്പോഴാണ് വെറും ഒരു സമറിയാക്കാരനെ നല്ല സമറിയാക്കാരൻ എന്ന് ഈശോ വിളിച്ചത്. നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മൾ വെറും നമ്മുടെ പ്രൊഫഷൻ്റെ പേര് പറഞ്ഞറിയപ്പെടുന്നവരാണോ, അതെയോ നല്ലവർ എന്ന് ഈശോ പേര് ചേർത്ത് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കുന്നവരാണോ? ആമേൻ.